സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹത്തിൻ്റെ സഫാരി എന്നുള്ള ചാനലിൽ ലിബിയയിൽ അകപ്പെട്ട ഒരു മലയാളി നേഴ്സിനെ പറ്റിയും അവർക്കുണ്ടായ ഒരു ദുരനുഭവത്തെ പറ്റി, അതായത് ഗദ്ദാഫി കൊല്ലപ്പെട്ടപ്പോൾ അവർ നാട്ടിലേക്ക് എത്തിയതും വളരെ മനോഹരമായി ജീവിച്ച ലിബിയ എന്നുള്ളൊരു രാജ്യം തകർന്ന് തരിപ്പണമായി ജീവിക്കാൻ കൊള്ളാതെ അവസ്ഥ വന്നതിനെ പറ്റിയൊക്കെ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. അപ്പോൾ എൻ്റെ ഒരു അനുഭവ കഥ കൂടി അതിനോട് ചേർത്ത് വായിക്കുകയാണ്. ലിബിയയിൽ പോകാനായിട്ട്, ലിബിയയിൽ മിനിസ്ട്രിയിലേക്ക് നേഴ്സായിട്ട് ജോലി കിട്ടി. ഞാൻ പോകാനായിട്ട് എല്ലാം തയ്യാറെടുത്തു. അപ്പോൾ എൻ്റെ അമ്മ എന്നെ അതിൽ നിന്ന് രക്ഷിച്ച ഒരു കഥയാണ് ഞാനിവിടെ പറയുന്നത്. എൻ്റെ ഒരു ഉള്ളടക്കം, നമുക്ക് ജീവിതത്തിൽ ഭയങ്കര കൈപ്പേറിയ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. വിചാരിക്കും അത് നമ്മുടെ അവസാനമാണ് എന്നൊക്കെ വിചാരിക്കും. പക്ഷേ വളരെ നല്ലതിനായിരിക്കും, ജീവിതത്തിൽ നമ്മൾ രക്ഷപ്പെടുത്താനായിരിക്കും ആ ഒരു കൈപ്പേറിയ അനുഭവം ഉണ്ടാവുന്നത് എന്നാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. ഡൽഹിയിൽ പോയി മെഡിക്കൽ ചെയ്തു. ഞാനും എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ലിബിയ എന്നുള്ള രാജ്യത്തേക്ക് 10-15 ദിവസത്തിനുള്ളിൽ പോകാം. അപ്പോഴാണ് എൻ്റെ അമ്മയ്ക്ക് കുറച്ച് അസുഖങ്ങളൊക്കെ ആവുന്നത്. അപ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോഴത്തേക്ക് ഈ ഒരു അവസ്ഥയിൽ മോന് പോകേണ്ടി വരുന്നല്ലോ, ഇല്ലേ, ശരിക്കും ഒരാളും കൂടെ ആവശ്യമായിരുന്നല്ലോ അടുത്ത്. അപ്പോൾ എൻ്റെ ഫാദർ മരിച്ചു പോയതാണ്. അപ്പോൾ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു, അമ്മയുടെ അടുത്ത് ആരുമില്ല. അപ്പോൾ ആ ഒരു വാക്ക് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന്, എനിക്കറിയില്ല, ഒരു ഡിസിഷൻ അങ്ങ് എടുത്തു. എന്തായാലും ഞാൻ പോകുന്നില്ല. അവരെ വിളിച്ചു പറഞ്ഞു. അവരെനിക്ക് പാസ്പോർട്ടൊക്കെ തിരിച്ചയച്ചു തന്നു. ഞാൻ പോയില്ല. ഞാൻ പോയിരുന്നെങ്കിൽ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ ടെററിസ്റ്റുകൾ വരികയും ഗദ്ദാഫിയുടെ സൈന്യത്തെയൊക്കെ കീഴടക്കുകയും തെരുവിലുടനീളം ചെറുപ്പക്കാരുൾപ്പെടെ വന്ന് മെഷീൻ ഗണ്ണുകളുമായിട്ട്, അവരുടെ പട്ടാളത്തിൻ്റെ മെഷീൻ ഗണ്ണുകളൊക്കെ പിടിച്ചെടുത്തിട്ട് ഫുള്ള് ടെററ്, നമുക്ക് പുറത്തോട്ടിറങ്ങാൻ പറ്റാത്ത രീതിയിൽ അവിടെയുള്ളവരൊക്കെ നരകിച്ചാണ്. വിമാനത്താവളം ഉടനെ തന്നെ ബോംബിട്ട് തകർത്തു. ഇന്ത്യൻ എംബസി ഷിപ്പൊക്കെ അയച്ചാണ് ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയത്. അതും വളരെ ഭീതിജനകമായി. ആ ഷിപ്പിലേക്ക് എത്താൻ തന്നെ ആ വഴിയിൽ കൂടി ഈ ബുള്ളറ്റിൻ്റെ ഒക്കെ ഇടയിൽ കൂടി രക്ഷപ്പെട്ടൊക്കെയാണ് പല മലയാളികളും രക്ഷപ്പെട്ട് തിരിച്ചു വന്നത്. ജീവിതത്തിൽ ഇങ്ങനെയാണ്, നമ്മുടെ ജീവിതം തകർന്നു പോകുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടാവാം. അത് പലർക്കും പല സാഹചര്യത്തിലായിരിക്കും ഉണ്ടാകുന്നത്. ആത്മഹത്യ ചെയ്യുന്നു, പലരും ജീവിതത്തിൽ തിരിച്ചു കയറാനാവാത്ത വിധം ഡ്രഗ്സിനൊക്കെ അടിമയാവുന്നു. വലിയ വേദനകളിലൂടെ കടന്നു പോയതിന് ശേഷം ജീവിതത്തിൽ തിരിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ അനുഭവം ഉണ്ടായത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു ദിവസം ഉറപ്പായിട്ടും വരും. ആർട്ട് ഓഫ് ലിവിങ് പാർട്ട് 1 പ്രോഗ്രാം പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിക്കുവാനായിട്ട് എനിക്ക് വലിയ കരുത്തായിരുന്നു. ചിലർക്ക് ജിമ്മായിരിക്കും. അങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആക്റ്റീവായി കൊണ്ടേയിരിക്കുക. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ നമ്മളെ ബാധിക്കാതെ കടന്നു പോകും. നമുക്കൊരു തിരിച്ചുവരവുണ്ടാവും. എന്തു തന്നെ പ്രശ്നമാണെങ്കിലും നമ്മൾ തിരിച്ചറിയുകയും ചെയ്യും അത് നമ്മുടെ നല്ലതിന് വേണ്ടിയാണെന്ന്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. Have a nice day. See you in next video. Bye-bye.